കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി സദ്യയ്ക്ക് കൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. ഈ വരുന്ന വിഷുവിന് ഇങ്ങനെ ഒരു സൈഡ് ഡിഷ് ആയിക്കോട്ടെ. ഈ കറി സദ്യയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാലൊക്കെ നല്ലതാണ്. നോൺ വെജ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള കറികളൊക്കെ നമുക്ക് വളരെ ആരോഗ്യപ്രദമായിരിക്കും. അതാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ഇട്ടത്. അതിനായിട്ട് നമുക്ക് ഇളയ കുമ്പളങ്ങയാണ് വേണ്ടത്. മൂക്കാത്ത കുമ്പളങ്ങ വേണം കേട്ടോ. ഈ കറി രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ. വൻപയർ ചേർത്ത് തേങ്ങാപ്പാലിലുണ്ടാക്കാം, തേങ്ങ അരച്ചും ഉണ്ടാക്കാം. ഞാനിങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ കറിക്ക് കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് കേട്ടോ. സാധാരണ പരിപ്പ് കറിക്കോ സാമ്പാറിനോ അവിയലിനോ ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് ഈ കറിയുടെ പ്രത്യേകത. ഞാൻ കുമ്പളങ്ങ ഒരു കഷ്ണം കഴുകി തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയാണ് കട്ട് ചെയ്യണത് കേട്ടോ. അതേപോലെ സ്ക്വയറായിട്ട് വളരെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പെട്ടെന്ന് വേവും കേട്ടോ. ഇത് മുക്കാത്തത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുട്ടികൾ ഈ സമയം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിലേക്കോ ഒരു ചട്ടിയിലേക്കോ ഇട്ട് കൊടുക്കാം നമുക്കിത്. പിന്നെ ഈ കറിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കണില്ല കേട്ടോ. ഒരു വെള്ള നിറത്തിലുള്ള കറിയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല കേട്ടോ. ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും, കുറച്ച് മതിയാവും. പിന്നെ പരിപ്പൊന്നും ഇട്ടങ്ങ് കറി നീട്ടണില്ലല്ലോ, തേങ്ങയുടെ അരവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് നന്നായിട്ട് നോക്കിയിട്ടിടാം. എരിവുള്ള പച്ചമുളകും പാകത്തിന് ഉപ്പും കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവിയെടുത്ത് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങയിലേക്ക് ഒന്നും ചേർക്കണ്ട, ഉള്ളിയോ ജീരകമോ ഒന്നും വേണ്ട. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വേണമെങ്കിൽ എരിവില്ലാത്ത മുളകാണ് നമ്മൾ ചേർത്തതെങ്കിൽ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാം. എരിവൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് പാകണ്ടോയെന്നൊക്കെ നോക്കണം ഇപ്പോൾ. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ടൊന്ന് കുറുക്കി ഒന്ന് തിളക്കട്ടെ, ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ വെള്ളം ചേർത്തത് കാരണം. നോക്കൂ, വളരെ ഈസി ആയിട്ടുള്ള കറിയല്ലേ. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഒന്ന് വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.